SSLC എക്സാമിൽ 6 മാർക്ക് ഷുവറായിട്ട് ഈസി ആയിട്ട് 10 മിനിറ്റിൽ വേണം. ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി. സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് കണ്ടോ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോ, അലൻ സാർ പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോൾ സ്ഥിതി വിവര കണക്കിൽ ആകെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള 2 ടൈപ്പ് ചോദ്യമാണ്. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എല്ലാ ഷോർട്ട് നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീൻ മാധ്യമം എന്താണെന്ന് അറിഞ്ഞിരുന്നോ? ഓക്കെ, പിന്നെ മധ്യമം നമുക്ക് കിടക്കാം, മീഡിയനിലേക്ക് പോവാം. മാധ്യമം എന്ന് പറഞ്ഞാൽ സം ഡിവൈഡ് ബൈ നമ്പർ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, കാരണം നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. മീഡിയം എന്ന് പറയുമ്പോൾ മധ്യമം. ഓക്കെ, ഓഡ് ആൾക്കാരാണെങ്കിൽ മക്കളെ ഒരു കയ്യിൽ 5 വിരലുണ്ട്, ഓടാണ്, ഒറ്റ സംഖ്യയാണ്, നടുക്കത്തെ ആൾ കണ്ടുപിടിക്കുക സിമ്പിളാ അല്ലേ? 5 ഡിവൈഡഡ് ബൈ 2 ആണ്. 5 + 1 ഡിവൈഡഡ് ബൈ 2 അല്ലേ? അപ്പോൾ അതാണ് n+1/2. അപ്പോൾ നോക്കിയാൽ n+1, 5 + 1 6, 6ന്റെ പകുതി 3, 1 2 3, 3 ആണ് നടുക്കിൽ. ഓക്കെ, ഈവൺ ആകുമ്പോഴോ? ഈവൺ ആകുമ്പോൾ ഇവന്റ് അല്ല, ഈവൺ ആകുമ്പോൾ ഇരട്ട സംഖ്യ 10 വിരലുണ്ട്, നടുക്കിൽ ആൾ 2 ആൾക്ക് വരും, 5ാമത്തെ 6ാമത്തെ ആൾ. അങ്ങനെ പറയുമ്പോൾ n/2 n/2 കഴിഞ്ഞിട്ടുള്ള ആളും 5ഉം 6ാമത്തെ ആൾ എടുക്കുക, അവരുടെ ആവറേജ്, അവരുടെ മീൻ അഥവാ മാധ്യം കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ടേബിളിലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ടേബിളിൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്, അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഇതാ നിങ്ങളുടെ SQPയിലൊരു ചോദ്യമാണ്. ദ സ്കോർസ് ഓഫ് 8 സ്റ്റുഡൻസ്, മക്കളെ 8 ആണ്, ഈവൺ ആണ്, ആർ ഗിവൺ ബിലോ, ഫൈൻഡ് ദ മീഡിയൻ. ഫസ്റ്റ് കാര്യം ഇൻക്രീസിങ് ഓർഡർ ഡിക്രീസിങ് ഓർഡർ, ആരോഹണക്രമം അവരോഹണക്രമം ഏതെങ്കിലും ഒരെണ്ണത്തിലാക്കുക. ഓക്കെ, ആരാണ് ഇൻക്രീസിങ് ഓർഡർ? നമുക്ക് തുടങ്ങാം. ഏറ്റവും ചെറുത് 30 36, ഇത് ഓർഡറിലാണോ? അല്ല. 28 28 30 33 36 40 41 44 44 41 44 44 48 ആൾക്കാരായോ നോക്കിയാൽ? അല്ല, 8 ആൾക്കാരായോ? 1 2 3 4 1 2 3 4 ആയിക്കോട്ടെ. ഈ 8 ആൾക്കാരായതുകൊണ്ട് 8 ഈവൺ ആണല്ലോ, ഈവൺ ആണ്. അപ്പം എന്താണ് 8ന്റെ പകുതി എത്ര? n/2 പ്ലസ് n/2 അടുത്ത ആൾ 4ാമത്തെയും, അതാണ് പകുതി. അതിൻ്റെ അടുത്ത ആൾ എന്താ? 5ാമത്തെ ആളെടുക്കുക, അവരുടെ ആവറേജ് എടുക്കുക, അതാണ് മീഡിയൻ. അങ്ങനെ പറയുമ്പോൾ 1 2 3 4 5 36 40 എടുക്കുക, അവരെ പകുതി. മക്കൾ അവരെ മിഡ് പോയിന്റ് എന്താ? 36 40 38 അല്ലേ വരിക? അല്ലേ? 38 ആൻസർ വരിക. ആൻസർ 38. ഈവൺ ആൾക്കാരാകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നോക്കി ടേബിൾ ചോദ്യം ചെയ്യാം. ഓക്കെ, ടേബിൾ ചോദ്യം ചെയ്തപ്പോൾ 1-2 ക്വസ്റ്റ്യൻ കൂടി ഇങ്ങനത്തെ പ്രാക്ടീസ് ചെയ്തോ. ഇത് നോക്കി, ഇവൻ ചെയ്ത് നിങ്ങളുടെ മോഡൽ എക്സാമിൽ ഒരു വർഷം വന്നാണ്. സ്കോർസ് ഓഫ് 8 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ, 8 ആണ്. വീണ്ടും മീഡിയൻ സ്കോർ എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം മക്കളെ ഇൻക്രീസിങ് ഓർഡറിലേക്ക്. ഇൻക്രീസിങ് ഓർഡർ എന്താ? 50 52 55 56. ഓക്കെ, 50 52 55 56. ഓക്കെ, പിന്നെ 64 66 70 80. ഓക്കെ, 8 ആൾക്കാരായി. ഈവൻ 4ാമത്തെ 8ആണെന്ന് പറയുമ്പോൾ 4ഉം 5ാമത്തെ കേട്ടോ. 4ാമത്തെ ഇവനും 56 64 ഇടയ്ക്ക് ആര് വരിക? 56 അല്ലേ വരുന്നത്? 56ഉം 64 ഇടയ്ക്ക്. ഓക്കെ, അവർ രണ്ടാളുടെ ആവറേജ്. മക്കൾ ഇവർ തമ്മിൽ 8 അല്ല ഇത്ര വ്യത്യാസം, 4ഉം 4ഉം 8. അപ്പം 4 കൂട്ടിയാണ്. അപ്പം എന്താ ആൻസർ വരിക? 60 വരിക. 60 മീഡിയൻ വരിക. ഓക്കെ, ഇനി ഇതും കിട്ടി. നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതാ ഓഡ് ആൾക്കാർ ഒരു ചോദ്യം ചെയ്യേണ്ട, ഈവൻ മാത്രം ചെയ്താൽ മതിയോ? ദ വെയിറ്റ് ഓഫ് 7 പ്യൂപ്പിൾസ്, 7 കുട്ടികളുടെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. 7 ആകുമ്പോൾ 7 + 1 ഓടാണ്. 8ന്റെ പകുതി എത്ര? 4ാമത്തെ ആളെ കണ്ടുപിടിച്ചാൽ മതി. ഓർഡറിലാക്കിക്കോ മക്കളെ. ഏറ്റവും കുറവ് 32 35 38 35 38, പിന്നെന്താ 43 44 43 44 സോറി 42 43 44 45 ടക്ക് ടക്ക് റെഡി. അപ്പോൾ 4ാമത്തെ ആരാളാണ്? 4ാമത്തെ ആൾ ഫ്രണ്ട് നിന്ന് ബാക്ക് നിന്ന് എവിടെ വെച്ച് 42 ആണ് മീഡിയൻ, മധ്യമം. ഓക്കെ, മധ്യമ ഭാരം, വെയിറ്റ്. ഓക്കെ, അവനെ കിട്ടി. ഓക്കെ, ഈ സംഭവം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. വളരെ സിമ്പിളാണ്. ഇവിടെ അത് പിടിച്ചോ. നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ടേബിൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അല്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ടേബിൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ സിമ്പിളാണ്. ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചിട്ട് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ദ ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ്, എത്ര ആൾക്കാരുണ്ട്, അവരുടെ ഡെയിലി വേജസ് ആണ്, ദിവസക്കൂലിയാണ്. ഇഫ് ദ വേജസ് ആർ അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർഡർ, ഇത് അസെൻഡിങ് ഓർഡറിലാണ്. വാട്ട് ഈസ് ദ അസ്യൂംഡ് ഏജ്? മക്കൾ അസ്യൂംഡ് വേജ് ഓഫ് 19ാമത്തെ ആൾ. അസ്യൂംഡ്, ഓക്കെ, അസ്യൂംഡ് വേജ് ഓഫ് 19ാമത്തെ ആളുടെ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ മീഡിയനും കണ്ടുപിടിക്കണം. 19ാമത്തെ ആളെ കണ്ടുപിടിക്കുമ്പോൾ ഒരു ക്ലൂ ഉണ്ട്, അതായിരിക്കും നമ്മൾ ആവശ്യം വരിക. ആൻഡ് മീഡിയൻ കണ്ടുപിടിക്കാം. മക്കളെ ക്വസ്റ്റ്യനിൽ എത്ര ആൾക്കാരുണ്ട് ടോട്ടൽ കണ്ടുപിടിക്കുക. ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്? ആഡ് ചെയ്തോ മക്കളെ. 5 12 18 28 28ഉം 15 തരം 43 45 ആൾക്കാരുണ്ട്. 45 ആണ് ടോട്ടൽ. ഇനി 45 ആൾക്കാരുണ്ടെങ്കിൽ മീഡിയൻ എത്രാമത്തെ ആളെ വരിക? മീഡിയൻ എന്ന് പറഞ്ഞാൽ ഓടാണ്. അപ്പം 45 + 1/2 ആൾ. അപ്പോൾ എത്രയാ?
ഇവിടെ 23ാമത്തെ ആൾ അല്ലേ, 23rd ആളാണ് മീഡിയൻ വേജ് വരിക. ഓക്കെ, ഇനി സാങ്കല്പികമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, അസ്യൂംഡ് ആയിട്ടുള്ള കണ്ടുപിടിക്കാം. അതിന് നമ്മൾ CF എന്ന് പറയും, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. CF എന്ന് എഴുതുക, നിങ്ങൾ കണ്ടുപിടിച്ചോ. ഓക്കെ, ഇനി CF എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഒരു പെട്ടി നിങ്ങൾ ഉണ്ടാക്കണം. എങ്ങനെ CF കണ്ടുപിടിക്കുക? 5 ആദ്യത്തെ നമ്പർ അങ്ങനെ തന്നെ ഇടും, 5. ഓക്കെ, രണ്ടാമത്തെ നമ്പറിന് ഇവർ രണ്ടാളും കൂട്ടണം. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഈ 5ഉം 7ഉം കൂട്ടിയാൽ 12. ഇനി 12ഉം 6ഉം കൂട്ടിയാൽ 18. 18ഉം 10ഉം കൂട്ടിയാൽ 28. 28ഉം 15ഉം കൂട്ടിയാൽ 43. 43 രണ്ടും കൂടെ 45. ഇവിടുത്തെ ഈ ടോട്ടലും ഈ നമ്പറും സെയിം ആയിരിക്കണം. ഇതാണ് CF അഥവാ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. എഴുതിയല്ലോ. ഇത് കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞ 19ാമത്തെ ആൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മളോട് പറഞ്ഞാൽ 19ാമത്തെ ആളുടെ എന്താണ് സാങ്കല്പിക അഥവാ അസ്യൂംഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതിന് എന്തൊരു ക്ലൂ ഉണ്ട് കേട്ടോ. 19ാമത്തെ ആൾ എവിടെയാണ് സാറേ വരിക? ആദ്യത്തെ 5 ആൾക്കാർ അവിടെ 1 മുതൽ 5 വരെ ആൾ ഇവിടെ വരും. ഓക്കെ, 5 കഴിഞ്ഞാൽ 6 മുതൽ 12ാമത്തെ ആൾ ഇവിടെ വരും. ഇനി 18, അപ്പോൾ 13 മുതൽ 18 വരും. 19 മുതൽ 28 ഇവിടെയാണ്. നോക്കിയേ, 19 മുതൽ 28 ഈ ക്ലാസ്സിലാണ് വരിക അല്ലേ? അത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി 19 മുതൽ 28 വരെ ഇവിടെയാണ് കാണിച്ചു തരാം. ഓക്കെ, ഇനി 19ാമത്തെ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോ, നമ്മുടെ മീഡിയൻ എത്രാമത്തെ ആളാണ്? 23ാമത്തെ. അതും ഇതിനിടയ്ക്കല്ലേ വരിക, 19 28 ഇടയ്ക്കാണ്. അപ്പം മീഡിയൻ ക്ലാസ്സും ഓക്കെ മധ്യമ വിഭാഗവും ഇതാണ് മധ്യമ വിഭാഗം. അതേപോലെ അയാളുടെ ആ മധ്യമ വിഭാഗത്തിലെ ഫസ്റ്റ് ആൾ 19ാമത്തെ ആൾ ചോദിച്ചല്ലോ, എപ്പോഴും ചോദിക്കും. മീഡിയൻ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ആൾ എപ്പോഴും എക്സാമിന് ചോദിക്കും. ഇനി ഇത്രയും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഷോർട്ട് ഫോമിൽ നോക്കിയേ, ഫസ്റ്റ് അസ്യൂംഡ് ഇയർ, ആദ്യത്തെ നമ്മുടെ സാങ്കല്പിക ഒബ്സർവേഷൻ എങ്ങനെയാണ്? എക്സ് എന്ന് പറയുമ്പോൾ ലോവർ ലിമിറ്റ് പ്ലസ് d/2. ഡി എന്ന് പറയുമ്പോൾ അപ്പർ മൈനസ് ലോവർ ഡിവൈഡ് ബൈ ഫ്രീക്വൻസി ഓഫ് ക്ലാസ്. അപ്പം നമുക്ക് ആ ഫോർമുല വെച്ചിട്ട് ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കിയാൽ ഇതെല്ലാം നമ്മുടെ ചോദ്യം ഇത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ഡി എന്താണ്? ഡി എന്ന് പറയുമ്പോൾ അപ്പർ മൈനസ് ലോവർ ഡിവൈഡ് ബൈ ഫ്രീക്വൻസി. മക്കളെ, നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ 1200 1200 ആണ്. അപ്പോൾ അപ്പർ എന്ന് പറയുമ്പോൾ 1200 മൈനസ് 1200 ഡിവൈഡഡ് ബൈ 10. അവിടെ 100/10 10 ഡി. ഓക്കെ, ഇനി നമുക്ക് 19ാമത്തെ ആളെ കണ്ടുണ്ട്. 19ാമത്തെ ആൾ ഫസ്റ്റ് ആളായതുകൊണ്ട് എന്താണ്? ലോവർ പ്ലസ് d/2. ലോവർ എന്ന് പറയുമ്പോൾ 1100 ആണ് അതിലെ കുറവ്, പ്ലസ് d/2. d/2 പറഞ്ഞാൽ 10ന്റെ പകുതി എത്രയാ? 5. അപ്പോൾ 1105. എത്രയാ? 1105 ആണ് 19ാമത്തെ ആളുടെ അസ്യൂംഡ് ഏജ്, 19ാമത്തെ ആളുടെ സാങ്കല്പികമായിട്ടുള്ള കൂലി. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് കണ്ടുപിടിച്ച് മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ? 23ാമത്തെ. നമുക്ക് പക്ഷേ 19ാമത്തെ ആളറിയാം, സെയിം ക്ലാസ്സിലാണ്. അപ്പോൾ 19 ഒരു 23 19ലേക്ക് 19 23ലേക്ക് പോകണം, 4 വ്യത്യാസമല്ല. അപ്പോൾ 4d കൂട്ടിക്കോ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പോലെ തന്നെ. ഓക്കെ, 1105 ആണ് നമ്മുടെ 19ാമത്തെ, പ്ലസ് 4d. 4 × 10 ഡി എന്ന് പറയാം. അപ്പോൾ എത്രയാ? 1145. ഇതാണ് 23ാമത്തെ ആളുടെ മീഡിയൻ വേജ്, 1145. അപ്പോൾ ഇവിടെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. 114 ആണ് മീഡിയൻ, ഡി ആണിത് 23ാമത്തെ ആൻഡ് 19ാമത്തെ ആളുടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു എക്സാമിന് ചോദിച്ച ടൈപ്പ് ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റൻ ചെയ്യാം, SQPയിലെ ക്വസ്റ്റൻ ചെയ്യാം. കണ്ടോ, 10 മിനിറ്റ് ചാപ്റ്റർ കഴിഞ്ഞു. എന്നാലും ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരാം. ഇവിടെ 49 ആൾക്കാരുടെ തന്നു. ഓക്കെ, വെയിറ്റ് ഓഫ് ദ പേഴ്സൺ അറ്റ് വിച്ച് പൊസിഷൻ ഇസ് ടേക്കൺ ആസ് മീഡിയൻ എത്രാമത്തെ ആളെന്താ? മലയാളം ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എത്രാമത്തെ ആളുടെയാണ് മീഡിയൻ മധ്യമ സ്ഥാനമായിട്ട് എടുക്കുന്നത്? അവിടെ 49 ആയതുകൊണ്ട് പ്ലസ് 1/2. 50ന്റെ പകുതി എത്രയാ? 25ാമത്തെ ആളുടെയാണ് മീഡിയൻ വെയിറ്റ്. അക്കോർഡിംഗ് ടു ദി അസംഷൻ യൂസ് ടു കാൽക്കുലേറ്റ് ദ മീഡിയൻ, വാട്ട് ഇസ് ദ 20? നമുക്ക് അസ്യൂംഡ് 20. അപ്പോൾ x 22 കണ്ടുപിടിക്കണം. പിന്നെ മീഡിയൻ വെയിറ്റ് ഉണ്ട്, x 25 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു പുതിയ കോളം ഉണ്ടാക്കുന്നു. ഓക്കെ, എന്താ? CF എന്ന് വിളിക്കുന്നു. നിങ്ങൾ മൊത്തം ഒന്നുകൂടി വരയ്ക്കേണ്ടി വരും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ. CF എന്ന് വിളിക്കുന്നു. കൂട്ടിക്കോ, ഇത് നമ്മുടെ നേരത്തെ നമ്പർ സെയിം. 5 7 കൂട്ടിയാൽ 12, 9 കൂട്ടി 21, 31, 41, 49. കറക്റ്റ് ആണല്ലോ, ഇവനും മാച്ചായി. ഇനി 22ാമത്തെ ആൾ കണ്ടുപിടിക്കണം. അപ്പോൾ 22ാമത്തെ ആൾ എവിടെയാ? ഇവിടെ 1 to 5 ഇവിടെ, 6 to 12 ഇവിടെ, 13 to 21 ഇവിടെ, 22 ഇവിടെതാ. ഞാൻ നിങ്ങൾക്കത് കളർ കാണിച്ചതാ. 22 മുതൽ, സോറി ഇവിടെ അല്ല, 22 മുതൽ 31 ഇവിടെ. ഇവനാണ് മീഡിയൻ ക്ലാസ്, മധ്യമ വിഭാഗം എന്നും കൂടി പറയാം. ഓക്കെ, മീഡിയനും അവിടെയാണ്. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞല്ലേ ഫസ്റ്റ് ആ മീഡിയൻ എന്ന് പറയുമ്പോൾ 25ാമത്തെ ആൾ അവിടെയാണ് വരിക, 22ന്റെയും 32ന്റെ അടിക്കും. അതേപോലെ ആ മീഡിയൻ ക്ലാസ് മധ്യമ വിഭാഗത്തിൻ്റെ ആദ്യത്തെ ആൾ എപ്പോഴും ചോദിക്കുക 22 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആളെ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് എന്താണ്? x 22 എന്ന് പറഞ്ഞാൽ ലോവർ പ്ലസ് d/2. ഓക്കെ, ലോവർ എന്ന് പറയുമ്പോൾ അതിൽ 60 കേട്ടോ, 60 ആണ് ലോവർ. പക്ഷെ d കണ്ടുപിടിക്കണം.
ഡി എന്താണ് മക്കളെ? അപ്പർ മൈനസ് ലോവർ ബൈ ഫ്രീക്വൻസി. അപ്പർ എത്ര? 70 മൈനസ് 60. ഇതാണ് അപ്പർ കേട്ടോ, 60 70. ഓക്കെ, അപ്പർ മൈനസ് ലോവർ ബൈ ഫ്രീക്വൻസി എത്ര? 10. അപ്പോൾ എത്രയാ? 10/10 1 ഡി. മക്കളെ ഇതും ചെയ്ത് എക്സ് 22 എന്ന് കണ്ടുപിടിച്ചേ. ലോവർ എന്ന് പറയുമ്പോൾ 60 പ്ലസ് d/2. ഡി എത്രയാ മക്കളെ? 1/2. അപ്പോൾ എത്രയാ? 60.5. അതാണ് 22ാമത്തെ ആളിലെ സാങ്കല്പികമായിട്ടുള്ള അസ്യൂംഡ് ഇത്. ഇനി 25ാമത്തെ ആളെങ്ങനെ കണ്ടുപിടിക്കുക? അവിടെ 22ൽ നിന്ന് 3 കൂട്ടിയാൽ പോലെ, 3 ഡിഫറൻസ്, 3 ഡി കൂട്ട്. അപ്പോൾ എത്രയാ? എക്സ് 22 എന്ന് പറയുമ്പോൾ 60.5 പ്ലസ് 3 63.5. അപ്പോൾ നമ്മൾ മീഡിയൻ കണ്ടുപിടിച്ചു. മീഡിയൻ ആണ് 63.5 ആൻഡ് 60.5 22ാമത്തെ ആളിൽ. ഓക്കെ, ആൻസർ നോക്കിക്കോ. ഇത് ആൻസർ കീ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് 63.5. ഇവിടെ നമുക്ക് 60.5 63.5. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി കാണിച്ചു തരാം. പെട്ടി ക്വസ്റ്റ്യൻ ഇത്ര സിമ്പിളാണെന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും വെറും 10 മിനിറ്റിൽ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം, നിർബന്ധമാണ്. ഓക്കെ, വീണ്ടും ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സിമ്പിൾ ചോദ്യം. ഡെയിലി വേജ് ഓഫ് വർക്കർ വാട്ട് പൊസിഷൻ? മീഡിയൻ എത്രാമത്തെ ആളാണ്? അപ്പോൾ നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കാം. മക്കളെ ഇവിടെ എന്താ, ഞാൻ CF കണ്ടുപിടിക്കാം. CF കണ്ടുപിടിക്കുന്നതിനോട് ടോട്ടൽ എന്താണെങ്കിലും വന്നോളും. CF കേട്ടോ. CF എത്രയാണ്? 7 15 25 34 34 എത്ര? 5 39 39 4 43 ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്യട്ടെ. 15 25 34 34 43 കറക്റ്റാണ്. 43 വരിക. 43 ആകുമ്പോൾ എത്ര വരിക മക്കളെ? 43 പ്ലസ് 1/2 എത്ര? 44 മതി. 22ാമത്തെ 22nd ആളാണ് മീഡിയൻ. അക്കോർഡിംഗ് ടു അവർ അസംഷൻ വിച്ച് ഇസ് വാട്ട് ഇസ് ദ ഡെയിലി വേജ്? 16ാമത്തെ. എന്തുകൊണ്ടായിരിക്കും 16ാമത്തെ ചോദിച്ചത്? നമ്മുടെ മീഡിയൻ ക്ലാസ്, മധ്യമം വരുന്ന വിഭാഗം, മീഡിയം വരുന്ന ക്ലാസ്, അതിൻ്റെ ആദ്യത്തെ ആളായിരിക്കും. നോക്കിക്കോ, ഇവിടെ 1 to 7 ഇവിടെ, 8 to 15 ഇവിടെ. അതാ ഞാൻ ഇവിടെ വെറുതെ എഴുതി കാണിച്ചാൽ നിങ്ങൾ എക്സാം എഴുതാം. 16 to 25 ഇവിടെ. ഇതാണ് നമ്മുടെ മീഡിയം ക്ലാസ്. അതിൻ്റെ ആദ്യത്തെ ആളെ ചോദിച്ചു. അതിൻ്റെ 22 അതിൻ്റെ ഇടയ്ക്കാണ് വരിക. ബാ, അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ആദ്യം ഡി നോക്കിയാൽ. ഡി എന്താണ് മക്കളെ? അപ്പർ മൈനസ് ലോവർ ബൈ ഫ്രീക്വൻസി. ഏതാണ് അപ്പർ? 700 ബൈ മൈനസ് 600/10. അവിടെ 100/10 10 ആണ് ഡി. ഇനി എക്സ് 16ാമത്തെ ആളെ നമുക്ക് കണ്ടുപിടിക്കാം. 16ാമത്തെ ആളുടെ ഒബ്സർവേഷൻ. DL പ്ലസ് d/2 ലോവർ പ്ലസ് d/2. ലോവർ എത്ര? 600 പ്ലസ് 10ന്റെ പകുതി 5. അപ്പോൾ 605 ആണ് വരിക. ഇനി 22ാമത്തെ ആളല്ലേ നമ്മുടെ മീഡിയൻ? 22 എന്ന് പറഞ്ഞാൽ 16ൽ നിന്ന് 6 കൂട്ടിയാൽ പോലും 6 ഡി. അങ്ങനെ പറയുമ്പോൾ 605 പ്ലസ് 60 665. എടാ ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആകെ സമയം എക്സാമിന് വരാൻ പോകുന്നത് എന്താണ്? ഈ പെട്ടി വരയ്ക്കാൻ വേണ്ടി മാത്രം അത്രയും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ട്രിക്ക് ഉപയോഗിച്ച ഷോർട്ട് കട്ട് ട്രിക്കാണ്. യെസ്, എനിക്കറിയാം ഒരു ലോങ് മെത്തേഡ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇത് മതി. എപ്പോഴും എക്സാമിന് ഇങ്ങനെ ചോദിക്കുക. നിങ്ങളുടെ SQPയിലും മോഡൽ എക്സാമിനും എക്സാമിനൊക്കെ അത് ചോദിക്കുക. അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവുക. ഇങ്ങനത്തെ ഏത് ചാപ്റ്ററിനാണ് 10 മിനിറ്റിൽ വേണ്ടത് അൻസാറിൻ്റെ വേർഷന് കമൻറ്റ് ചെയ്യുക. പിന്നെ മക്കളെ എക്സാമിനർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡീറ്റെയിൽസ് ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്.